ബ്രിട്ടനിൽ നഴ്സുമാരുടെ ഒഴിവുകളിൽ കനത്ത ഇടിവ്. UK സ്വപ്നം കണ്ട് നഴ്സിംഗ് പഠിക്കാൻ പോയ യുവതി യുവാക്കൾ നിരാശപ്പെടേണ്ടി വരും. അവർക്ക് UK പുറമെ മറ്റ് രാജ്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരുമെന്ന സ്ഥിതിയാണിപ്പോൾ. കേരളത്തിൽ നിന്ന് മാത്രം ശരാശരി 10,000-ലേറെ മലയാളി നഴ്സുമാർ UK അടക്കം വിദേശത്തേക്ക് പറന്ന നല്ല നാളുകളുണ്ടായിരുന്നു. അതിന് താൽക്കാലികമായി ശമനമായിരിക്കുകയാണ്. ചില കണക്കുകളിൽ 10,000 നഴ്സുമാരോളം ശരാശരി UK മാത്രം എത്തിയിരുന്ന സമയമുണ്ടായിരുന്നു. 2 വർഷം മുൻപ് നാഷണൽ ഹെൽത്ത് സർവീസിൽ 12% നഴ്സുമാരുടെ ഒഴിവുകൾ ഉണ്ടായിരുന്നത് മലയാളി നഴ്സുമാരുടെ കൂട്ടത്തോടെയുള്ള വരവോടെ അത് വെറും 7% കുറഞ്ഞു. ഇതിനർത്ഥം ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർക്ക് UK വാതിൽ അടഞ്ഞുവെന്നത് തന്നെയാണ്. ഇക്കാര്യം കഴിഞ്ഞ വർഷം തന്നെ മനസ്സിലാക്കിയ മലയാളികൾ അടക്കമുള്ള UK റിക്രൂട്ടിംഗ് ഏജൻസികൾ ഏറെക്കുറെ ഓഫീസുകൾ പോലും പൂട്ടിക്കെട്ടാനുള്ള ഒരുക്കത്തിലാണ്. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ നേരിട്ടും സബ് ഏജൻസി മുഖേനയും ഓഫീസുകൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ വരുമാനവും ബിസിനസ്സും പാടെ കുറഞ്ഞ സാഹചര്യത്തിൽ തൽക്കാലം പേരിന് മാത്രം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടയിലെ ഏറ്റവും കുറവ് ഒഴിവുകളാണ് ഇപ്പോൾ UK റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4 വർഷം മുൻപ് 44,000-ലേറെ നഴ്സുമാരുടെ ഒഴിവുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറും 31,000-ലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ കഴിഞ്ഞ 1 വർഷമായി അഭിമുഖവും മറ്റും പൂർത്തിയാക്കി UK യാത്രയ്ക്ക് തയ്യാറായിരുന്ന ആളുകൾക്ക്, അതായത് ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർക്ക് ഇപ്പോൾ ഗതികെട്ട് ഓഫർ ലഭിച്ചിരുന്ന NHS ആശുപത്രികളെ ബന്ധപ്പെടുകയാണ്. മാത്രമല്ല, ഈ ഏജൻസികളുടെ സമ്മർദ്ദം കാരണം അധികമായി കൊണ്ടുവന്ന നഴ്സുമാർക്ക് ഷിഫ്റ്റ് നൽകാൻ ഒഴിവുകൾ കണ്ടെത്താനും പ്രയാസപ്പെടുകയാണ് പല സ്ഥാപനങ്ങളും. ഒഴിവുകളുടെ കണക്ക് നോക്കാതെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ഏജൻസികൾ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന സ്ഥിതിയാണ്. ഇംഗ്ലീഷ് പരീക്ഷ യോഗ്യതയുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കാതെ UK എത്തിച്ചേരാമെന്ന സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇല്ലാതാകുക. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിൽ മിനിമം 2 വർഷം പ്രവൃത്തി പരിചയം ഉള്ളവരെ മതിയെന്ന് വരെ മിക്ക ഏജൻസികളും പറഞ്ഞു തുടങ്ങി. നേരത്തെയൊക്കെ നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഉടനെ UK വിമാനം കയറിയ മലയാളി നഴ്സുമാരുണ്ട്. ജോലി പരിചയമില്ലാത്തതിനാൽ ഇത്തരം റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്കെതിരെ വ്യാപകമായ പരാതിയും ഉയർന്നിരുന്നു. UK മലയാളികളുടെ വരവ് കുറയുമ്പോൾ തീർച്ചയായും തിരിച്ചടികളുണ്ടാവും. അത് കൂടുതലും മലയാളികൾക്കാണ്. ഇപ്പോൾ നഴ്സിംഗ് ഏജൻസികളെ ബാധിച്ച തളർച്ച വരും നാളുകളിൽ മറ്റു ബിസിനസ്സിലും പ്രതിഫലിക്കും. UK ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണെന്ന പ്രചാരണം ശക്തമായതോടെ കോർണർ ഷോപ്പുകൾ മുതൽ ഓൺലൈൻ വസ്ത്ര വിൽപ്പന വരെ കൂണുപോലെ പൊട്ടിമുളച്ചിരുന്നു. അതെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരും.